സാനുമാഷ് വിടവാങ്ങിയിട്ട് ഒരു വർഷം തികയുന്നു. പക്ഷേ നമ്മളിൽ പലർക്കും അദ്ദേഹം എവിടെയൊക്കെയോ ഉണ്ട് എന്ന തോന്നലാണ് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ വളരെ അർത്ഥവത്തായ രീതിയിൽ തന്നെ അധ്യക്ഷൻ ശ്രീ NS മാധവൻ വിവരിച്ചു കഴിഞ്ഞു. ഇവിടെ അദ്ദേഹം മരണത്തോടെ അവസാനിക്കുകയല്ല, മരണാനന്തരം കൂടുതൽ ശക്തി ചൈതന്യങ്ങളോടെ തലമുറകളെ നയിക്കുന്നതായ ഒരു സാംസ്കാരിക പൈതൃകം അവശേഷിച്ചാണ് മാഷ് കടന്നുപോയിട്ടുള്ളത്. മാഷിൻ്റെ സ്മരണ നിലനിൽക്കാൻ വേണ്ടി പലതും മാഷ് തന്നെ സ്വജീവിതം കൊണ്ട് ചെയ്തു വച്ചിട്ടുണ്ട്. അത് പ്രഭാഷണങ്ങളുടെയും പുസ്തകങ്ങളിലൂടെയും മാഷ് പ്രസരിപ്പിച്ച സാംസ്കാരിക വെളിച്ചമാണ്. ആ വെളിച്ചത്തിലൂടെ നടക്കുന്ന സാനുമാഷിൻ്റെ സുഹൃത്തുക്കളും ശിഷ്യരും സഹൃദയരായ വായനക്കാരുമുണ്ട്. തങ്ങൾക്ക് മാഷ് തന്നതിന് തിരികെ ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞില്ലല്ലോ എന്ന് കരുതുന്നവരും ഏറെയുണ്ട്. മാഷിൻ്റെ സ്മരണ സ്വയമേ നിലനിൽക്കാൻ പോകുന്നതാണെങ്കിലും മാഷിൻ്റെ വാക്കുകൾ കൊണ്ടുള്ള വെളിച്ചം അനുഭവിച്ച നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് കരുതുന്നവർ അതുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു സാംസ്കാരിക സമിതിക്ക് രൂപം കൊടുത്തതും ഈ വിധത്തിലുള്ള അനുസ്മരണ സമ്മേളനം ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മാത്രമല്ല പലയിടങ്ങളിലും നടക്കുന്നത്. ഈ വിധത്തിലുള്ള രീതികൾ മാഷിൻ്റെ സ്മരണ നിലനിൽക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് കൂടുതൽ പ്രചോദനമായിട്ട് മാറണം. അവ എന്തൊക്കെയെന്നത് കൂട്ടായി ആലോചിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ തന്നെ ധന്യമായ ആ സ്മരണയെ മുൻനിർത്തി ഒരു പുരസ്കാരം ഏർപ്പെടുത്തി എന്നത് സന്തോഷകരമായ കാര്യമാണ്. സാനു സമ്മാൻ എന്ന ഈ പുരസ്കാരം ഇവിടെ പറഞ്ഞു ഡോക്ടർ M. ലീലാവതി ടീച്ചർക്കാണ് കാലത്ത് നൽകിയത്. ഏത് പുരസ്കാരവും ശ്രദ്ധേയമാവുന്നത് 2-3 ഘടകങ്ങളുടെ പ്രത്യേകത കൊണ്ടാണ്. ഒന്ന്, ആർക്കാണ് ലഭിക്കുന്നത് എന്ന്. മറ്റൊന്ന്, എന്തിനാണ് ലഭിക്കുന്നത് എന്ന്. മൂന്നാമത്തെ ഘടകം, ഇവിടെ ആർക്ക് ആരുടെ പേരിലുള്ള
പുരസ്കാരം എന്നത്. ഇവിടെ ഏത് ഘടകം എടുത്ത് പരിശോധിച്ചാലും അത്യുത്കൃഷ്ടമാണ് ഈ പുരസ്കാരം എന്നത് കാണാൻ നമുക്കാകും. സാനുഭാഷണം പോലെ തന്നെ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനടുത്ത കാലത്തെ ജീവിതമുണ്ട് ലീലാവതി ടീച്ചർ. അതിൻ്റെ ഏറിയ പങ്കും അധ്യാപനത്തിനും സാഹിത്യ പ്രവർത്തനത്തിനും സാംസ്കാരിക പ്രവർത്തനത്തിനുമായി രണ്ടുപേരും സമർപ്പിച്ചു. അങ്ങനെ ഇരുവരും സമൂഹത്തിൻ്റെ ജീവിതത്തെ പ്രകാശപൂർണമാക്കിയവരാണ്. ജീവിതത്തെ ജീവിക്കാൻ കൊള്ളുന്നതാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇരുവരും വ്യാപൃതരായത്. ഒരേ കലാലയത്തിൽ ഒരേ ഘട്ടത്തിൽ അധ്യാപകരായിരുന്നവരും ഒരുപോലെ സാഹിത്യ നിരൂപണമാണ് തങ്ങളുടെ തട്ടകം എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിലയുറപ്പിച്ചവരുമാണ്. സാഹിത്യരംഗത്തെയും അധ്യാപന രംഗത്തെയും സഹപ്രവർത്തകൻ്റെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് അതിൻ്റേതായ ഊഷ്മളമായ വികാരത്തോടെയാണ് എന്നത് ലീലാവതി ടീച്ചർ കാലത്ത് അവിടെ വ്യക്തമാക്കുകയുണ്ടായി. മലയാളത്തിൽ കുട്ടിക്കൃഷ്ണമാരാർ വികസിപ്പിച്ചെടുത്ത ഒരു നിരൂപണ ശൈലിയിലൂടെ ആ വഴിയിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് ലീലാവതി ടീച്ചർ. ഖണ്ഡന വിമർശനത്തിൻ്റെ വഴിയായിരുന്നില്ല അവരുടേത്. ആസ്വാദന കാര്യത്തിൽ വായനക്കാരെ സഹായിക്കുക എന്താണ് തൻ്റെ നിരൂപക ധർമ്മം എന്നാണ് ടീച്ചർ വിശ്വസിച്ചത്. പാശ്ചാത്യ പൗരസ്ത്യ കാവ്യനിരൂപണ പദ്ധതികളെ സമന്വയിപ്പിച്ചും പാരമ്പര്യ ആധുനിക നിരൂപണ ശൈലികളെ സ്വാംശീകരിച്ചും അവർ സ്വന്തമായി മനോഹരമായ തൻ്റേതായ ഒരു ശൈലി ആവിഷ്കരിച്ചു. അത് കുട്ടിക്കൃഷ്ണമാരാരെയോ മുണ്ടശ്ശേരിയെയോ എം പി പോളിനെയോ ഒന്നും പിൻപറ്റുന്നതായിരുന്നില്ല. മൗലികമായ ഒരു വഴിയാണ് അവർ വെട്ടിത്തുറന്നത്. തൻ്റെ കാലത്തെ പ്രമുഖ കവികളെയും കാവ്യരംഗത്തെ പ്രവണതകളെയും കാലുഷ്യമില്ലാത്ത മനസ്സോടെ അവർ വിലയിരുത്തി. വിട്ടുവീഴ്ചയില്ലാത്ത അത്തരമൊരു മഹത് കാര്യം ചെയ്ത അധികം പേർ നമ്മുടെ നിരൂപണ രംഗത്തില്ല. സർഗാത്മകതയുടെ മഹത്വം ഉയർത്തിപ്പിടിച്ച നമ്മുടെ കാലത്തെ എഴുത്തിൻ്റെ അമ്മയാണ് ലീലാവതി ടീച്ചർ. എന്നും അവർ വേദനിക്കുന്ന മനസ്സുകൾക്കൊപ്പമാണ് നിന്നത്. ഒരുപാട് പുരസ്കാരങ്ങൾ ടീച്ചർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ടീച്ചർ അതിനൊക്കെ എത്രയോ ഉയരെയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള എഴുത്തിൻ്റെ മഹത്വത്തിലേക്കാണ് സാനുമാഷിൻ്റെ പേരിലുള്ള പുരസ്കാരം ഇന്ന് എത്തിയിരിക്കുന്നത്.